എന്ത് വാദമാണ് ഉന്നയിച്ചതെന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? വാദം പൂർത്തിയായല്ലോ ഇന്ന്. എത്ര സമയമെടുത്തു ഈ വാദം പൂർത്തിയാക്കാനൊക്കെ കോടതി ഇന്ന്? അനുജ, കഷ്ടിച്ച ഒരു അരമണിക്കൂറിനകത്ത് മാത്രമാണ് ഈ കോടതി പ്രൊസീജിയേഴ്സ് നീണ്ടു നിന്നത്. കോടതി പ്രധാനമായിട്ടും ആദ്യം ഈ കേസ് ജാമ്യാപേക്ഷ നൽകിയപ്പോൾ കേസ് ഡയറി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ കേസ് ഡയറി നൽകി. കേസ് ഡയറി നൽകിയതിന് പിന്നാലെയാണ് ഒരു വാദം തുടങ്ങിയത്. ഈ രണ്ട് കക്ഷികളും വാദങ്ങൾ ഉന്നയിച്ചു. അപ്പോഴാണ് പ്രോസിക്യൂഷൻ സ്വാഭാവികമായിട്ട് സെഷൻസ് കോടതിയിൽ നടന്നത് സമാനമായിട്ട് തന്നെ പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് സംസാരിച്ചത്. പ്രതിഭാഗത്തിന് വാദിക്കാനുള്ള അവസരം കിട്ടിയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഈ കാര്യത്തിൽ ഈ കേസിൽ ഈ നിർണായകമായ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ഷോൺ ജോർജിന്റെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതൊരു ശുഭ സൂചനയാണ്. കാരണം സെഷൻസ് കോടതിയിൽ കോടതി ഇത് പരിഗണിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. കോടതി ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോലുമില്ല. അതിനു മുന്നേ തന്നെ കേസ് മാറ്റുകയായിരുന്നു, കേസ് തള്ളുകയായിരുന്നു. പക്ഷേ NIA കോടതിയിൽ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നു. അത് ഒരു ശുഭ സൂചന തന്നെയാണെന്നാണ് പറയുന്നത് അദ്ദേഹം. പക്ഷേ ഈ പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർത്തു എന്ന് ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം അത് വിസമ്മതിക്കുകയാണെങ്കിൽ അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തോട് നമ്മൾ തേടിയിരുന്നു. അദ്ദേഹം കൂടുതൽ അവിടെ ഉണ്ടായിരുന്ന അഭിഭാഷകരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ, എന്താണ് എതിർത്തത് തുടങ്ങിയ കാര്യങ്ങളൊന്നും നിലവിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. നമുക്ക് ഇപ്പോൾ ചില ആളുകളുടെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. സന്തോഷ് കുമാർ MP ഇവിടെയുണ്ട്. ഇന്ന് കോടതിയിൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്, ഇവർ ഉറപ്പ് നൽകിയിരുന്നത്, നിങ്ങളൊക്കെ അമിത്ഷായെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ പ്രോസിക്യൂഷൻ ഇനി ജാമ്യാപേക്ഷ എതിർക്കില്ല എന്നാണ്. പക്ഷേ അത് എതിർത്തു. ഞങ്ങൾ എല്ലാവരും തന്നെ ഇന്നലെ ശ്രീ അമിത്ഷായെ കണ്ട സംഘത്തിനകത്ത് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ കേസിന്റെ ഗൗരവാവസ്ഥ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു, വലിയൊരു നിവേദനം കൊടുത്തു. അപ്പൊ അദ്ദേഹം പങ്കുവച്ച ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുറച്ച് ഇന്ന് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ, അപ്പൊ എങ്ങനെയാണ് കോടതിയിലുള്ള ഒരു കാര്യത്തിനകത്ത് ആഭ്യന്തരമന്ത്രിക്ക് അങ്ങനെ പറയാൻ സാധിക്കുമ്പോൾ ഒരു സംശയം സ്വാഭാവികമായിട്ട് നമുക്കെല്ലാം ഉണ്ടാവും. പക്ഷെ പ്രോസിക്യൂഷൻ ആ കാര്യത്തിൽ ഒരു മാന്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കെട്ടിച്ചമച്ച ഒരു കള്ള കേസിന്റെ കാര്യത്തിനകത്ത് ഒരു നിലപാട് സ്വീകരിക്കും നമ്മൾ വെച്ചു. നേരത്തെ 25-ാം തീയതി എടുത്ത അതേ സമീപനം തന്നെയാണ് പ്രോസിക്യൂഷനും ഗവൺമെന്റ് ഈ കാര്യത്തിൽ എടുക്കുന്നതെന്ന് വേണമെങ്കിൽ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷെ നന്നായി തന്നെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ടിയുള്ള വക്കീൽ വാദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടുമെന്നൊരു പ്രതീക്ഷയാണല്ലോ ഇപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുക. ഞാൻ അതിൻ്റെ മറ്റൊരുപാട് വശങ്ങൾ ഇപ്പോഴും നോക്കിയിട്ടില്ല, കാരണം ഇന്നത്തെ ആർഗ്യുമെന്റ് നടന്നുള്ളത്. പക്ഷെ പ്രതീക്ഷ നമുക്ക് കൈവിടാൻ പാടില്ലല്ലോ. നാളെ കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടാവുന്നു. ഞങ്ങളെന്തായാലും ഇവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ FIR റദ്ദാക്കാനുള്ള പോരാട്ടം നടത്തേണ്ടി വരും. എന്തായിരുന്നാലും എല്ലാവർക്കും ബോധ്യമുള്ളൊരു കേസിനകത്ത് ദുരഭിമാനത്തിൻ്റെ പുറത്താണ് പ്രോസിക്യൂഷൻ ഇങ്ങനെ വാദിക്കുന്നത് എന്നതിനകത്ത് സംശയമില്ല. അനുജ, P. സന്തോഷ് കുമാർ MP ആണ്. അദ്ദേഹം അടക്കം ഇന്നലെ അമിത്ഷായെ കണ്ട MP സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ്. അവർക്കടക്കം അമിത്ഷാ നൽകിയ ഉറപ്പാണ് പ്രോസിക്യൂഷൻ ഇനി ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്നുള്ളത്. പക്ഷേ കോടതിയിലെത്തിയപ്പോൾ പ്രോസിക്യൂഷൻ മുമ്പ് സമാനമായി ചെയ്തതുപോലെ നേരത്തെ അജീഷ് പറഞ്ഞു, ഷോൺ ജോർജ് പറഞ്ഞിട്ടുള്ളത് ഈ പ്രോസിക്യൂഷൻ എതിർത്തിട്ടില്ല എന്ന രീതിയിലാണോ? അദ്ദേഹത്തിന് കിട്ടിയ അറിയിപ്പ് അങ്ങനെയാണോ? അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. ഷോൺ ജോർജ് പറഞ്ഞത് അങ്ങനെയാണ്. പ്രോസിക്യൂഷൻ എതിർത്തിട്ടില്ല. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് കോടതിയിൽ നടന്നിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. എന്തായാലും അത് കൂടുതൽ തിരക്കിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നമ്മൾ കിട്ടിയ ഇൻഫർമേഷൻ, അതായത് അവിടുത്തെ NIA അഭിഭാഷകൻ, അദ്ദേഹം ദൗസോ ചന്ദ്രവൻഷി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ഈ കാര്യം പറഞ്ഞത്. അതായത് കോടതിയിൽ ഈ വാദങ്ങൾ ഉന്നയിച്ചു, പ്രോസിക്യൂഷൻ എതിർത്തു എന്നുള്ളത് അദ്ദേഹമാണ് വ്യക്തമാക്കിയത്. അങ്ങനെയാണ് നമുക്കത് മനസ്സിലായത്. കാരണം ഈ കോടതിയിൽ NIAക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണമാണ് ഈ വാദം തുടങ്ങി. കേസ് ഡയറി സമർപ്പിച്ചു. കോടതിയിൽ ഇത്ര നേരമാണ് വാദം നടന്നത്. പ്രോസിക്യൂഷൻ ഈ വാദത്തെ എതിർത്തു എന്നടക്കമുള്ള വിവരങ്ങൾ അദ്ദേഹം ആണ് പങ്കുവച്ചത്. പക്ഷേ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് നമ്മൾ ഷോൺ ജോർജിന്റെ പ്രതികരണം തേടിയത്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന മറ്റാരോടെയൊക്കെ വിവരങ്ങൾ തേടിയ ശേഷമാണ് ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ എന്താണ് കൃത്യമായിട്ടൊന്നും വിശദീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും കൂടുതൽ അവിടെ ഉള്ളവരോടൊക്കെ വിശദാംശങ്ങൾ തേടിയതിനു ശേഷം പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ പ്രോസിക്യൂഷൻ എതിർത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സെഷൻസ് കോടതിയിൽ നടന്നതിന് സമാനമായ സംഭവം തന്നെയാണ് ഇവിടുത്തെ കോടതിയിൽ നടന്നത്. അമിത്ഷായുടെ വാക്കുകളിൽ അത്രയധികം പ്രതീക്ഷ അർപ്പിച്ചാണ് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഉണ്ടായിരുന്നത്. NIA കോടതിയിൽ ഒരു സാധ്യത മാത്രമായിരുന്നു. എന്തായാലും ആ സാധ്യത പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ ഇപ്പോഴും നമുക്ക് സാധിക്കില്ല. കാരണം NIA കോടതി വിധി പറയാനായിട്ട് മാറ്റിയിട്ടുണ്ട്. കേസ് ഇതുവരെയും ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞിട്ടില്ല. ഈ കേസ് ഡയറി അടക്കം വിശദമായി പരിശോധിച്ച് പ്രതിഭാഗത്തിന്റെ വാദം കൂടി കേട്ട് ഈ പെൺകുട്ടികളുടെ
പ്രതികളുടെ മൊഴിയടക്കം പരിശോധിച്ചതിന് ശേഷം നാളെ വിധി പറയും. അത് എന്തായാലും ശുഭപ്രതീക്ഷയുള്ള ഒരു കാര്യം തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കോടതി ഈ കേസ് ഫയലിൽ സ്വീകരിച്ചു. കേസ് ഡയറി പരിശോധിക്കാൻ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ, അതിന്റെ മെറിറ്റിലേക്ക് കടക്കാനൊക്കെ തീരുമാനിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പ്രോസിക്യൂഷൻ എതിർത്തു എന്നുള്ളത് ഒരു തിരിച്ചടി തന്നെയാണ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തതാണ്. പക്ഷേ തൊട്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ് സെഷൻസ് കോടതിയിൽ നടന്ന സമാനമായ സംഭവമാണ്. അത് ചിലരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ എംപിമാരൊക്കെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. എന്തായാലും ഉണ്ടായിരുന്നത് ഇന്ന് തന്നെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടും, നാളെ മോചനം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. എന്തായാലും ഒരു ദിവസം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അതെ, എന്തായാലും ഇപ്പോഴും പ്രതീക്ഷയുണ്ട് എന്നതാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച സന്തോഷ് കുമാർ MP വ്യക്തമാക്കിയത്. പക്ഷേ എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ളതിൽ എല്ലാവരും ഒരു ആശ്ചര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നതാണ്. അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അത് എന്തുകൊണ്ടാണ് ഛത്തീസ്ഗഡ് സർക്കാർ ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചത് എന്നതാണ് ഇപ്പോൾ